റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംഘാടകർക്ക് നിരോധിത സംഘടനയുമായി ബന്ധമുണ്ടായെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ വിട്ടുനിന്നു. പാട്ടിന്റെ കൂട്ടുകാർ എന്ന സംഘടനയുടെ പേരിലായിരുന്നു ബീച്ചിൽ പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ KM ഷാജി, AP അനിൽകുമാർ എന്നിവർക്കുൾപ്പെടെ ആയിരുന്നു ക്ഷണം. സംഘടനയുടെ ഫൗണ്ടറും പ്രധാന സംഘാടകനുമായ പൂന്തുറ സ്വദേശി നയാസ് ഇല്യാസിന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്നാണ് കണ്ടെത്തൽ. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, എപ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം ഇന്റലിജൻസിന് ലഭിച്ചത്? തുടർന്ന് മന്ത്രിമാരോടും സുരേഷ് ഗോപി അടക്കമുള്ളവരോടും ഒക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നോ? തീർച്ചയായും മാധു, സ്വാതന്ത്ര്യദിനമായ ഇന്നലെ വൈകിട്ട് 4:30 കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നത്. പാട്ടിന്റെ കൂട്ടുകാർ എന്ന സംഘടനയായിരുന്നു ഈ പരിപാടിക്ക് പിന്നിൽ. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പരിപാടി. കേരളം പാടുന്നു ദേശത്തിനായി എന്ന ക്യാപ്ഷനിൽ തയ്യാറാക്കിയ പരിപാടിയിൽ 10,000 ഗായകർ പാടുന്നു എന്നുള്ളതായിരുന്നു പ്രത്യേകത. അതിൽ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി, മന്ത്രിമാരായ അനിൽകുമാർ, KM ഷാജി, MK രാഘവൻ MP, MLA മാർ, മേയർ തുടങ്ങിയവർക്കൊക്കെ ക്ഷണമുണ്ടായിരുന്നു. പക്ഷെ അതിനിടയിലാണ് ഈ പരിപാടിയുടെ സംഘാടകരുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ അത് ഇന്റലിജൻസിന് ലഭിക്കുന്നത്. അതായത് ഈ പാട്ടിന്റെ കൂട്ടുകാർ എന്ന സംഘടനയുടെ ഫൗണ്ടറും ഈ പരിപാടിയുടെ സംഘാടകനുമായ ആൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അങ്ങനെ ഒരു റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുണ്ടാവുകയും ചെയ്തു. അതായത് പൂന്തുറ സ്വദേശിയായ നയാസ് ഇല്യാസ്, ഇയാൾ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലാവുക ഉൾപ്പെടെയുള്ള നടപടി ഇയാൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയും മറ്റ് മന്ത്രിമാരും ഉൾപ്പെടെ എല്ലാവരും ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്. അതായത് VIP എല്ലാവരും, ഈ മന്ത്രിമാരുൾപ്പെടെയുള്ള എല്ലാവരും ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. ചില കൗൺസിലർമാർ മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഈ നയാസ് ഇല്യാസ് മാത്രമല്ല, മറ്റുള്ളവർക്കെതിരെ കൂടി ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ളയാൾ കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ചത്? എന്തായിരുന്നു ലക്ഷ്യം? മറ്റേതെങ്കിലും പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു തുടർച്ച എന്നോണം ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചു വരുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച പാട്ടിന്റെ കൂട്ടുകാർ എന്ന പരിപാടിയുടെ സംഘാടകന് PFI ബന്ധമുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പരിപാടിയിൽ നിന്ന് ഈ നേതാക്കളൊക്കെ പിന്മാറിയത്.